നമ്മുടെ അയർലൻഡിലേക്ക് നമുക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ജോലിക്ക് വരുമ്പോൾ നമുക്ക് വർക്ക് പെർമിറ്റ് വേണമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ചെറിയ ചേഞ്ചസ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ വരുത്തിയിരുന്നു കേട്ടോ. ആ ചേഞ്ചസ് ആപ്ലിക്കബിൾ ആകുന്നത് നെക്സ്റ്റ് മാർച്ച് 1 മുതലാണ്, 2026 മാർച്ച് മുതലാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന നമുക്കറിയാം, നമ്മുടെ കെയർ വിസയിൽ വരുന്നവരിൽ ഹോം കെയർ ഒക്കെ വരുന്ന ആ ജനറൽ വർക്ക് പെർമിറ്റുകാരുടെ സാലറി ലിമിറ്റ് 30,000 നിന്ന് 32,691 യൂറോയ്ക്ക് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നഴ്സസ്, IT പ്രൊഫഷണൽസ് അവർ വരുന്ന ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് പെർമിറ്റിനകത്ത് അവരുടെ സാലറി ലിമിറ്റ് 38,000 നിന്ന് 40,904 യൂറോയ്ക്ക് കൂട്ടിയിട്ടുണ്ട്. രണ്ടിലും ഏകദേശം 2000 സംതിങ് യൂറോന്റെ ചേഞ്ചസ് ആണ് കൂടുതലാണ് വരുത്തിയേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വർക്ക് പെർമിറ്റ് എടുത്ത് വരുന്നവർക്ക് അത്രയും സാലറി സ്റ്റാർട്ടിങ്ങിൽ കിട്ടും എന്നുള്ളത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട്, നല്ല ഇൻക്രിമെന്റ് ഉണ്ടെന്നുള്ളത്. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി വന്നിട്ട്, ഇവിടെ സ്റ്റുഡന്റ് വിസയിലൊക്കെ വന്നിട്ട് നമ്മൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഇത്രയും പൈസ കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ചെറുതായിട്ട് കുറയാനും ചാൻസ് ഉണ്ട്. കാരണം ഇവിടുത്തെ എംപ്ലോയേഴ്സിന് നമ്മളെ പോലുള്ളവർക്ക് വർക്ക് പെർമിറ്റിന്റെ ആവശ്യമുള്ളൂ, അല്ലാതെ EU കൺട്രീസിൽ നിന്ന് വരുന്നവർക്ക് വർക്ക് പെർമിറ്റ് വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളവരെ വേറെ സാലറിക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എന്തിനാണ് അത്രയും സാലറി കൊടുത്തെടുക്കുന്നത് എന്നുള്ളത് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജോലികളുടെ സാധ്യത നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ നാട്ടിൽ നിന്നൊക്കെ നഴ്സസൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇത്രയും സ്റ്റാർട്ടിങ് തന്നെ 40,000 സംതിങ് സാലറിയിൽ വരാമെന്ന് പറയുന്നതും ഒരു ഗുഡ് ചേഞ്ചാണ്. അപ്പോൾ മാർച്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചേഞ്ചസ്. അതും ഒരു 4 years by 2030 കംപ്ലീറ്റ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ.